بسم الله الرحمن الرحيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 969 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 16 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ ഐവിലായിട്ടുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. صدق الله العلي. സൂറത്ത് മറിയമിലെ 16 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് മറിയമിനെ അതിൻ്റെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയാത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ 16-ാമത്തെ ആയത്തില് മറിയം റളിയല്ലാഹു അൻഹയെ അള്ളാഹു പരാമർശിക്കുകയാണ്. ചർച്ച മറിയം റളിയല്ലാഹു അൻഹയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായി മാറുകയാണ്. സൂറത്തിന്റെ തുടക്കം മുതൽ ഈ നമ്മൾ പിന്നിട്ട ഇന്നലെ പഠനം പൂർത്തിയാക്കിയ 15-ാമത്തെ ആയത്ത് വരെയുള്ള ആ ഭാഗം മുഖ്യമായിട്ടും ജക്കരിയ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായിട്ട് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള സന്താനം യഹിയ അലൈഹിസ്സലാമും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. ജക്കരിയ അലൈഹിസ്സലാമിന് തന്റെ വാർദ്ധക്യത്തില് ഒരു പുത്രൻ ഉണ്ടായി കാണാനുള്ള ആഗ്രഹം വളരെ മനസ്സിൽ തട്ടിയ വിധത്തിൽ അള്ളാഹുവിനോട് അതേക്കുറിച്ച് പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ പ്രേരണയായി മാറുന്നത് മറിയം റളിയല്ലാഹു അൻഹയുടെ
ബൈത്തുൽ മഖ്ദിസില് അവരുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് അവര് പ്രാർത്ഥനയിലും ആരാധന കർമ്മങ്ങളിലും ഭജനമിരിക്കലിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ആ കാലത്ത് അവർക്ക് അനുഭവവേദ്യമായ അസാധാരണമായ ചില സംഗതികളാണ്. ദൈവികമായ ഇടപെടലുകളുടെയും സഹായങ്ങളുടെയും ഒക്കെ ചില നേർക്കാഴ്ചകള് ജക്കരിയ അലൈഹിസ്സലാമിന് മറിയം റളിയല്ലാഹു അൻഹയുടെ കാര്യത്തില് കാണാൻ കഴിഞ്ഞതാണ് അത്തരം ഒരു പ്രാർത്ഥനക്ക് പ്രേരണയായിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ജക്കരിയ അലൈഹിസ്സലാമിന്റെ പത്നി എലിസബത്ത് എന്നാണ് ബൈബിളിൽ അവരുടെ പേര് പരാമർശിക്കപ്പെടുന്നത്. ആ പത്നിയുടെ സഹോദരിയായിരുന്നു മറിയം റളിയല്ലാഹു അൻഹ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറിയം റളിയല്ലാഹു അൻഹയുടെ മാതാവ് ഇമ്രഅത്തു ഇമ്രാൻ, അവര് തനിക്ക് തന്റെ ഗർഭത്തിലുള്ള ശിശു അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ചയാക്കാൻ തീരുമാനിക്കുകയും അതിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ് എന്നത് അവർക്ക് വലിയൊരു പ്രയാസം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിന്റെ കാരണത്താൽ അള്ളാഹുവിന്റെ മാർഗത്തില് ഒഴിഞ്ഞു വെക്കുന്ന നേർച്ചയാക്കപ്പെടുന്ന മക്കൾ ആൺകുട്ടികളായിട്ടല്ലേ അവർക്ക് ആ കാര്യത്തിന് തിരിയാൻ കഴിയുകയുള്ളൂ എന്നതാണ് ആ പ്രയാസത്തിന് മുഖ്യമായ കാരണമായിരുന്നത്. അപ്പോ ഒരു പുത്രൻ തനിക്ക് ജനിക്കും എന്ന പ്രതീക്ഷയില് ആ കുഞ്ഞിനെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സേവനങ്ങൾക്കായിട്ട് ബൈത്തുൽ മഖ്ദിസില് അള്ളാഹുവിന്റെ മാർഗത്തില് ആരാധനകൾ അർപ്പിച്ചുകൊണ്ടും ഭജനമിരിക്കുന്ന അവസ്ഥയിലും ബൈത്തുൽ മഖ്ദിസിലെ പല സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഒക്കെ കഴിയുന്ന ഒരാളായി മാറാൻ വേണ്ടി നേർച്ചയാക്കിയതായിരുന്നു ഇമ്രഅത്ത് ഇമ്രാൻ. എന്നാൽ പ്രസവം കഴിഞ്ഞപ്പോ അത് പെൺകുഞ്ഞാണ് എന്നത് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് പ്രയാസമാവുന്നത്. എന്തായാലും അവര് നേർച്ചയാക്കിയ വിധത്തിൽ തന്നെ സ്വന്തം പുത്രിയെ മറിയമ്മിനെ സമയമായപ്പോ അള്ളാഹുവിന്റെ മാർഗത്തില് ബൈത്തുൽ മഖ്ദിസില് സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ ആയിട്ട് കഴിയുന്ന ആവശ്യത്തിന് വേണ്ടി നേർച്ചയാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസില് അവരൊരു പെൺകുട്ടിയായിരുന്നതിനാൽ തന്നെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ ചുമതലയും ഒക്കെ വേണ്ടി വന്നത് ജക്കരിയ അലൈഹിസ്സലാമാണ് അത് നിർവഹിക്കാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ജക്കരിയ അലൈഹിസ്സലാം ഈ കാര്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി പലപ്പോഴും മറിയം റളിയല്ലാഹു അൻഹയുടെ മിഹ്റാബില് സുഖക്ഷേമങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എത്താറുണ്ടായിരുന്നതാണ് ആ പശ്ചാത്തലം. ആ ഘട്ടത്തിലാണ് മറിയം റളിയല്ലാഹു അൻഹ പ്രത്യേകമായ ദൈവിക സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവർക്ക് എപ്പോഴും നിരന്തരമായി ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആ ഒരു പ്രേരണയിൽ തന്റെ ജീവിതകാല അഭിലാഷം ആയ ഒരു സന്താനം ഉണ്ടാവുക, ഒരു അനന്തരവനുണ്ടാവുക എന്ന ആഗ്രഹം അള്ളാഹുവിന്റെ മുന്നിൽ മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനുള്ള ഉത്തരമായിട്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തില് യഹിയ അലൈഹിസ്സലാം എന്നൊരു സന്താനത്തെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് അള്ളാഹു നൽകുന്നത്. 30-ാമത്തെ വയസ്സിൽ പ്രവാചകത്വ ചുമതല ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് യഹിയ അലൈഹിസ്സലാം. അദ്ദേഹം ജനിക്കുന്നത് ഈസ അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ ഒരു 6 മാസം മുന്നെയാണ്. തുടർന്നുണ്ടായ സംഭവങ്ങള് അതിന്റെ ചില വിശദാംശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നേരത്തെ കൊണ്ടുവരികയുണ്ടായി. ബനൂ ഇസ്രായേൽ സമൂഹം വലിയ
വ്യാപ്തിയിലുള്ള അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കുമൊക്കെ കൂപ്പുകുത്തിയ ഒരു കാലത്ത് അവരുടെ രാജാവ് തന്നെ പല വഴിവിട്ട അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കും നീങ്ങിയ ഒരു കാലഘട്ടത്തില് അവരെ സത്യമാർഗത്തിലേക്കും ധർമ്മപാതയിലേക്കും ഒക്കെ തിരികെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് യഹിയ അലൈഹിസ്ലാം അവർക്കിടയിൽ ദൗത്യ നിർവഹണം ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ പുഴുക്കുത്തേറ്റ അധാർമികതയിൽ പൂണ്ടുപോയ പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അദ്ദേഹം ശാസിക്കുകയും അവരെ താക്കീത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാജാവിന് വരെ യാതൊരു അധൈര്യവും കാണിക്കാതെ താക്കീത് ചെയ്തുകൊണ്ടാണ് യഹിയ അലൈഹിസ്സലാം സംസാരിക്കുന്നത്. രാജാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ധാർമ്മികമായ വീഴ്ചകളെ അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്തത് രാജാവിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുകയും അയാൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടക്കുകയും ചെയ്തു എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. രാജാവ് അധിക്ഷേപങ്ങൾക്ക് ഇരയായതിന്റെ ഭാഗമായിട്ട് തന്നെ അത്തരം അധാർമികതകൾക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ടിരുന്ന അഭിസാരികകളുടെ കാര്യത്തിലും അത്തരം ആക്ഷേപങ്ങളും വിമർശനങ്ങളും വലിയ അതൃപ്തിയും അസ്വസ്ഥതയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് രാജാവിന്റെ ജന്മദിനത്തിന് നൃത്തം ചെയ്ത് അദ്ദേഹത്തെ ആനന്ദിപ്പിച്ച അഭിസാരികയുടെ മകൾക്ക് ഒരു വരമായിട്ട് രാജാവ് ഒരു വരം അനുവദിക്കുകയും അത് റിയലൈസ് ചെയ്യാൻ സമയമായപ്പോ യഹിയ അലൈഹി ഇസ്ലാമിന്റെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഛേദിച്ച് താലത്തിൽ വെച്ചുകൊണ്ട് തനിക്ക് സമർപ്പിക്കണമെന്ന് ആ നർത്തകി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. യാതൊരു മനോവിഷമവും കാണിക്കാതെ തന്നെ രാജാവ് അത് നടപ്പിലാക്കി എന്നതാണ് ബൈബിൾ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ റോമൻ സ്വാധീനം വളരെയേറെ ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു യഹൂദ സമൂഹത്തിന്റെ മേൽ അധികാരം വാണിരുന്ന ആ കാലഘട്ടത്തിലെ രാജാവ് ഹെറദോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആള്. അയാളുടെ അധാർമികതകൾക്കൊക്കെ ഈ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം കാരണമായിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹിയ അലൈഹിസ്സലാം ഈ വിധത്തില് ദൗത്യ നിർവഹണം പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ക്രൂരതയ്ക്ക് വിധേയമാവുകയും മരണം വരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നത് ഈ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ തുടർന്ന് അള്ളാഹു മറ്റൊരു പ്രമുഖമായ വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് മറിയം റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ വിവരണം തുടങ്ങുന്നത്. വദ്കുർ ഫിൽ കിതാബി മറിയമ, ഈ വേദഗ്രന്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആനിൽ മറിയമിനെ അനുസ്മരിക്കുക എന്നാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശമായിട്ട് ഈ കാര്യം നൽകുന്നത്. വദ്കുർ ഫിൽ കിതാബി മറിയമ, മറിയമിനെ ഈ വേദഗ്രന്ഥത്തില് അനുസ്മരിക്കുക. ഇതിൻതബദത് മിൻ അഹ്ലിഹ മക്കാനൻ ശർഖിയ്യ, അവര് മറിയം റളിയല്ലാഹു അൻഹ തന്റെ കുടുംബത്തിൽ നിന്ന് അകന്നു മാറി ഒരു കിഴക്ക് ഭാഗത്തേക്ക് അവര് അകന്നു മാറി നിന്നപ്പോൾ ആ സന്ദർഭം ഓർക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്.
മറിയം റളിയല്ലാഹു അൻഹ അവരെ അവരുടെ ഉമ്മ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ചയാക്കിയ ഒരു പെൺകുട്ടി എന്നുള്ള നിലക്ക് മസ്ജിദുൽ അഖ്സായിൽ ബൈത്തുൽ മഖ്ദിസിൽ അവർക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട മിഹ്റാബില് മറ്റ് ആരാധനാ കർമ്മങ്ങളിലും അതുപോലെ ദൈവിക സേവനത്തിലുമൊക്കെയായി മസ്ജിദുൽ അഖ്സായിലും ബൈത്തുൽ മഖ്ദിസില് തങ്ങുന്ന ഇതര ഭക്തന്മാരോടൊപ്പം ഈ ബൈത്തുൽ മഖ്ദിസിലെ പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട മിഹ്റാബില് ജീവിതം കഴിച്ചു കൂട്ടുവാൻ വേണ്ടി തീരുമാനിച്ച അതിനൊരുങ്ങിയ ആ സന്ദർഭമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ബൈത്തുൽ മഖ്ദിസിലെ മിഹ്റാബില് അവര് അല്പം കിഴക്ക് മാറിയുള്ള ഒരു സ്ഥലത്താണ് അവരുടെ വാസം ഉറപ്പിക്കുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബൈത്തുൽ മഖ്ദിസിന്റെ ഒരു പ്രത്യേക ഭാഗം അവരതിനു വേണ്ടി തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കിഴക്ക് ഭാഗം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അത് ബൈത്തുൽ മഖ്ദിസിന്റെ മിഹ്റാബ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് അതിന്റെ കിഴക്ക് ദിശയിൽ എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതാണ് അതിന്റെ സ്വാഭാവികതയായിട്ട് കാണാൻ കഴിയുക. വദ്കുർ ഫിൽ കിതാബി മറിയമ്മ, ഈ വേദഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ ഈ ദിവ്യഗ്രന്ഥത്തിൽ മറിയമ്മിനെ അനുസ്മരിക്കുക എന്നതാണ് തുടക്കം. ഇതിൻ തബദത്ത് മിൻ അഹ്ലിഹ, അവര് തന്റെ കുടുംബത്തിൽ നിന്ന് അകന്നു മാറിപ്പോയപ്പോൾ ആ സന്ദർഭം എങ്ങോട്ടാണ് അകന്നു മാറി നിന്നത്? മക്കാനൻ ഷർഖിയ, അല്പം കിഴക്കായുള്ള ആ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്കായി അവര് മാറിയിരുന്ന അല്ലെ മാറി നിന്ന ആ സന്ദർഭം. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ, അവര് മറ്റുള്ളവരിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന, തനിക്ക് ഒരു സ്വകാര്യത നൽകുന്ന വിധത്തില് ഒരു ഹിജാബ്, ഒരു വിരി സ്വീകരിക്കുകയായിരുന്നു, ഒരു മറ സ്വീകരിക്കുകയായിരുന്നു. ഒരു മറ കെട്ടിയിട്ട് ഈ മിഹ്റാബിന് മുകളില് അവരുടെ സ്വകാര്യതക്കായിട്ട് ചുറ്റുപാടുമായൊരു ഹിജാബ് സ്വീകരിച്ചുകൊണ്ടാണ്, ഒരു മറ കെട്ടിക്കൊണ്ടാണ് അവര് ബൈത്തുൽ മഖ്ദിസിലെ മിഹ്റാബില് വചനം ഇരിക്കാൻ ആരംഭിക്കുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഫത്തഖദത് മിൻ ദൂനിഹിം, അവരിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് അവര്, മറിയം റളിയല്ലാഹു അൻഹ ഒരു ഹിജാബ്, ഒരു മറ അല്ലെങ്കിൽ ഒരു വിരി ഉണ്ടാക്കിക്കൊണ്ട് സ്വകാര്യത തേടുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഫഅർസൽന ഇലൈഹ റൂഹന, ആ സന്ദർഭത്തിലാണ് നാം അവരുടെ അടുക്കലേക്ക് നമ്മുടെ റൂഹിനെ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിച്ചയക്കുന്നത്. ഫതമസ്സല ലഹ ബശറൻ സബിയ്യ, അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവർക്ക് അനുഭവപ്പെട്ടത് തികവാർന്ന ഒരു മനുഷ്യനായിട്ടാണ്, ഒരു പുരുഷനായിട്ടാണ്. എല്ലാ നിലക്കും തികവാർന്ന ഒരു പുരുഷന്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുൽ ഖുദുസ് മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കല് അവര് വിരിയിട്ട് സ്വകാര്യതയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച അവരുടെ ആ മിഹ്റാബിന്റെ ഭാഗത്ത് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. കാഴ്ചയില് എല്ലാം ഒത്തിണങ്ങിയ ഒരു പുരുഷനായിട്ട്, ഒരാളായിട്ടാണ് അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അനുഭവപ്പെട്ടത്. അപ്പൊ ഫഅർസൽന ഇലൈഹ റൂഹന, ആ ഘട്ടത്തിൽ നാം നമ്മുടെ റൂഹിനെ, റൂഹുൽ ഖുദുസിനെ, ജിബ്രീലിനെ, ഇവിടെ റൂഹ് എന്നതുകൊണ്ട്, നമ്മുടെ റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നതാണ് പൊതുധാരണ. അപ്പോ റൂഹിനെ, നമ്മുടെ റൂഹിനെ നാം അവരുടെ അടുക്കലേക്ക്
ആ സന്ദർഭത്തിൽ നിയോഗിച്ചയക്കുകയുണ്ടായി. ഫതമസ്സല ലഹ, അദ്ദേഹം അവർക്ക് കാണപ്പെട്ടത് ബശറൻ സവിയ്യ, തികവാർന്ന ഒരു പുരുഷനെ പോലെയാണ്, തികവാർന്ന ഒരു മനുഷ്യനെ പോലെയാണ് മറിയം റളിയല്ലാഹു അൻഹാക്ക് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മലക്ക് ജിബ്രീലിനെ കാണപ്പെടുകയുണ്ടായത്. ഖാലത്ത്, സ്വാഭാവികമായിട്ടും തന്റെ സ്വകാര്യ മുറിയിൽ ഒരു പുരുഷൻ സാന്നിധ്യം അറിയിച്ചത് മറിയം റളിയല്ലാഹു അൻഹാക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഖാലത്ത്, അവര് ആ ഞെട്ടലോടുകൂടി ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്നി അഊദു ബിർറഹ്മാൻ, കാരുണ്യവാനിൽ ഞാൻ അഭയം തേടുന്നു, മിൻക, താങ്കളിൽ നിന്ന്, ഇൻ കുന്ത തഖിയ്യ, താങ്കൾ ഒരു തഖിയാണെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ യഹ്യ അലൈഹിസ്സലാമിനെ വിവരിച്ച ഘട്ടത്തിൽ ഈ പദം ഉപയോഗിച്ച് നമ്മൾ കാണുകയുണ്ടായി. റളിയ് എന്ന് ഉപയോഗിച്ച പോലെ തന്നെ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് തഖിയ് എന്നത്. തഖിയ് എന്നാൽ തഖ്വയുള്ളവൻ, ഭയഭക്തിയുള്ളവൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ എന്നൊക്കെയാണ് ആ പദം സൂചിപ്പിക്കുന്നത്. താങ്കൾ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയട്ടെ, അള്ളാഹുവിൽ, കാരുണ്യവാനായ റബ്ബിൽ താങ്കളിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. താങ്കളുടെ ഉദ്ദേശം എന്താണ് എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നു, എനിക്കത് അസ്വസ്ഥത ഉളവാക്കുന്നു. താങ്കൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ദൈവഭക്തനാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ താങ്കളിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണ് മറിയം റളിയല്ലാഹു അൻഹ ഇവിടെ പറയുന്നത്. താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു തഖിയാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാതിരിക്കുക. ഇതാണ് മറിയം റളിയല്ലാഹു അൻഹ നൽകുന്ന സൂചന. എല്ലാ നിലക്കും തികവാർന്ന ആകാരരൂപമൊക്കെയുള്ള ഒരു മനുഷ്യൻ തന്റെ സ്വകാര്യ മുറിയിലേക്ക് കടന്നു വന്നപ്പോ അത് മറിയം റളിയല്ലാഹു അൻഹക്ക് വലിയ ആശങ്കയും ഭയവും വെപ്രാളവും ഒക്കെയാണ് ഉണ്ടാക്കുകയുണ്ടായത്. അവര് പറയുന്നത്, നിങ്ങൾ അള്ളാഹിനെ പേടിക്കുന്നവനായിട്ട് ഇവിടുന്ന് മാറി നിൽക്കണം, ഞാൻ കാരുണ്യവാനിൽ അഭയം തേടുകയാണ്, നിങ്ങളെപ്പോലെ ഒരാള് എന്റെ സ്വകാര്യ ഇടത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഈ കാര്യത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണ് അവര് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചൊരു വാക്ക് അഊദു ബിർ റഹ്മാൻ എന്നാണ്. ഖുർആനിൽ ചിലയിടങ്ങളിൽ റഹ്മാൻ എന്ന വാക്ക് അള്ളാഹു എന്നതിന് തന്നെ പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ സ്വാഭാവികമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്ന, കണക്കാക്കുന്ന സന്ദർഭങ്ങളിലാണ് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് എന്നുള്ള നിലക്ക് പ്രകടമാവുന്ന കാരുണ്യത്തെ സൂചിപ്പിക്കുമ്പോഴാണ് അർ റഹ്മാൻ എന്ന പ്രയോഗം പലയിടത്തും ഖുർആനിൽ വരാറുള്ളത്. മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ എന്ന് മറ്റൊരിടത്ത് ഖുർആൻ പ്രയോഗിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ വിദുർ റഹ്മാൻ എന്നൊക്കെ പറയുന്നത് അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക എന്നൊക്കെയാണ്. അപ്പോ മിക്ക ഇടങ്ങളിലും അർ റഹ്മാൻ എന്ന പ്രയോഗം അള്ളാഹു എന്നതിനുള്ള ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പര്യായമായിട്ടാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു സ്ത്രീ സ്വാഭാവികമായ വിധത്തില് അർഹിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണം സ്ത്രീക്ക് ഒരുക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഗുണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംഗതിയാണ്. സ്ത്രീക്ക് ആവശ്യമായ സ്വകാര്യതയും സുരക്ഷിതത്വവും ഒക്കെ ദൈവികമായ സജ്ജീകരണം എന്നുള്ള നിലക്ക് തന്നെ ലഭിക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രകൃതിപരമായിട്ട് തന്നെ അതിനുള്ള പല സജ്ജീകരണങ്ങളും അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ശബ്ദം പോലും പുരുഷന്മാരുടെ ശബ്ദത്തിനേക്കാൾ ഏറെ വേഗത്തില് ആളുകളിലേക്ക്
അവരുടെ കരച്ചിലും അവരുടെ വിളിച്ചു കൂവലും ഒക്കെ പുരുഷന്റെ ശബ്ദം എത്തുന്നതിനേക്കാൾ എത്രയോ വേഗത്തിൽ എത്തുന്ന വിധത്തിലാണ് അതിന്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ അള്ളാഹു സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. എപ്പോഴും സ്ത്രീ സംരക്ഷണം കിട്ടേണ്ടവളാണ് എന്ന വിധത്തില് പല കാര്യങ്ങളും പ്രകൃതിയില് സംവിധാനത്തിൽ അതിന്റെ പ്രകൃതിപരമായ ഒരുക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും. എന്തായാലും കാരുണ്യവാനായ റബ്ബില് താങ്കളിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്. താങ്കളെപ്പോലെ ഒരു മനുഷ്യൻ എന്റെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ഇടിച്ചു കയറി വന്നത് അത് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു തരിമ്പെങ്കിലും ദൈവഭയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറയുക എന്നാണ് മറിയം റളിയല്ലാഹു അൻഹ ആ ഘട്ടത്തിൽ പറയുന്നത്. അപ്പൊ നൽകപ്പെടുന്ന സൂചന മറിയം റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരാളുടെ സാന്നിധ്യം അവരുടെ മുറിയിൽ ഉണ്ടാകുന്നത്, അവരുടെ മിഹ്റാബിൽ ഉണ്ടാകുന്നത് വളരെയേറെ ഭയപ്പാടോടുകൂടി മാത്രമാണ് നോക്കിക്കാണുകയുണ്ടായത്. അങ്ങനെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഒരാള് കടന്നു വരുന്നത് ഏത് നിലക്കും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് അവര് നൽകുന്ന സൂചന. ഈ ഇൻകുന്ത തഖിയ എന്നതിന് ചില വ്യാഖ്യാതാക്കള് വ്യത്യസ്തമായ അർത്ഥങ്ങളൊക്കെ നൽകിയത് കാണാൻ കഴിയും. അത് അറിയപ്പെടുന്ന നാട്ടിലെ ഒരു ദുർവൃത്തനായ ഒരാള് അയാളുടെ പേരാണ് എന്ന് ചിലര് സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയും. ഈ തഖിയാണെങ്കിൽ എല്ലാവർക്കും സുപരിചിതനായ തഖി എന്ന് പേരുള്ള ആളാണ് നീയെങ്കിൽ നിന്റെ കാര്യത്തില് ഞാൻ നിന്നിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുന്നു. അങ്ങനെയുള്ള ദുർവൃത്തന്മാരുടെ സാന്നിധ്യത്തിലാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം എന്ന വിധത്തിലൊക്കെ അതിന് വിശദീകരണം നൽകപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നീ ദൈവഭക്തനാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ നീ ഇവിടുന്ന് മാറണം, ഇവിടുന്ന് വിട്ടു നിൽക്കണം. നിന്നെ പോലെ ഒരാള് എന്റെ സ്വകാര്യ ഇടത്തില് വന്നു നിൽക്കാൻ പാടില്ല എന്നാണ് മറിയം റളിയല്ലാഹു അൻഹ ഒരു അല്പം താക്കീതിന്റെ രീതിയില് സ്വരത്തില് ഇവിടെ പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. എന്തായാലും ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ ദൂതൻ ആയിട്ട് അവിടെ എത്തിയ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് ഇങ്ങനെയാണ്. കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാന റസൂലു റബ്ബിക്ക് ലിഅഹബലക്കി ഗുലാമൻ സക്കിയ. ഞാന് ഇന്നമ അന റസൂലു റബ്ബിക്ക്, നിന്റെ നാഥന്റെ ദൂതൻ മാത്രമാണ്, നിന്റെ നാഥനാൽ അയക്കപ്പെട്ട ഒരു സന്ദേശവാഹകൻ മാത്രമാണ് ഞാൻ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം മറിയം റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സന്ദേശം നിനക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നിയോഗിച്ചയക്കപ്പെട്ട ഒരു മലക്കാണ് ഞാൻ. എന്തിനാണ് വന്നത്? അഹബലയ്ക്ക് ഗുലാമൻ സക്കിയ, വിശുദ്ധനായ ഒരു സന്താനത്തെ, ഒരു പുത്രനെ താങ്കൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, മറിയമിനോടാണ് പറയുന്നത്. താങ്കൾക്ക് ഒരു പുത്രൻ നൽകപ്പെടാൻ പോവുകയാണ്, സക്കിയായ ഒരു പുത്രൻ. നേരത്തെ റളിയും തഖിയും ഒക്കെ ഉപയോഗിച്ചല്ലോ, അതേപോലെയുള്ള ഒരു പ്രയോഗം. വിശുദ്ധനായ, പല നിലക്കുമുള്ള വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു പുത്രനെ താങ്കൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോ ദൈവിക നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ കാല, അതിനെ തുടർന്ന് മറിയം റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. കാലത്ത് അന്നാ യകൂനു ലീ ഗുലാമുൻ, എങ്ങനെയാണ് എനിക്കൊരു പുത്രൻ ഉണ്ടാവുക? വലം യംസസ്നി ബശറുൻ, ആണായിട്ട് ഒരാൾ പോലും എന്നെ സ്പർശിച്ചിട്ടില്ല. ആണായിട്ട് ആൺവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മനുഷ്യനും എന്നെ തൊട്ടിട്ട് പോലുമില്ല എന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഒരു പുത്രന് ജന്മം നൽകുന്നവളാകും എന്നാണ്
ഇവിടെ മറിയം റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. വലമ്മക്കു ബഗയ്യ, ഞാനൊരു വേണ്ടാത്തരം ചെയ്യുന്നവൾ ആയിട്ടുമില്ല. ബഗ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിക്കുന്ന ഒരു സ്വഭാവം കാഴ്ചവെക്കുന്നതിനാണ് പറയുക. ഞാൻ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ദുർനടപ്പുകാരിയൊന്നും ആയിട്ടുമില്ല. ഒരു പുരുഷനും എന്നെ അല്ലാത്ത നിലക്ക് വിവാഹബന്ധത്തിലൂടെയോ മറ്റോ എന്നെ സ്പർശിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു പുത്രന് ജന്മം നൽകാൻ പോകുന്നത് എന്നാണ്, എനിക്ക് എങ്ങനെയാണ് ഒരു പുത്രൻ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മറിയം റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. കാല, അതിന് മറുപടിയായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് നേരത്തെ ജക്കരിയ അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെയുള്ള ഒരു വാചകമാണ്. യദാലിക്കി, അതങ്ങനെ ഉണ്ടാകും, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അത് അങ്ങനെ സംഭവിക്കും. കാല റബ്ബുക്കി, നിന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ഹുവ അലയ്യ ഹയ്യിൻ, അത് എനിക്ക് വളരെ നിസ്സാരമാണ്. നിനക്കൊരു പുത്രൻ ഉണ്ടാവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു കാര്യമാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. വലിനജ്അലഹു ആയത്തൻ ലിന്നാസ്, അദ്ദേഹത്തെ ജനങ്ങൾക്കുള്ള ഒരു ദൃഷ്ടാന്തമായി വെക്കുന്നതിന് വേണ്ടിയും വറഹ്മത്തൻ മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എന്നുള്ള നിലക്കൊക്കെയാണ് നാം അങ്ങനെ സക്കിയായ ഒരു പുത്രനെ മറിയം റളിയല്ലാഹു അൻഹക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. മറിയമേ, നിന്റെ രക്ഷിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. ഹുവ അലയ്യ ഹയ്യിനുൻ, നീ ഇപ്പൊ ചോദിച്ചല്ലോ, നീ ആരുടെയും ഭാര്യയായിട്ടില്ല, നീ വിവാഹിതയല്ല, ഒരു പുരുഷനും നിന്നെ സ്പർശിച്ചിട്ടില്ല, അതുപോലെ തന്നെ നീ ഒരു വേണ്ടാപ്രവർത്തനം ചെയ്യുന്ന ആളുമല്ല, ഒരു അധാർമികമായ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ദുർനടപ്പുകാരിയുമല്ല. പിന്നെ എങ്ങനെയാണ് തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത് എന്നാണല്ലോ ചോദിച്ചത്. അതിനുള്ള മറുപടി നിന്റെ റബ്ബ് പറയുന്നത് ഇങ്ങനെയാണ്. യദാലിക്കി, അതങ്ങനെ ഉണ്ടാവും, അത് ദൈവിക നിശ്ചയമായിട്ട് ദൈവത്തിന്റെ കൽപ്പന എന്നുള്ള നിലക്ക് അതങ്ങനെ നടപ്പിലാകും. നിന്റെ റബ്ബ് പറയുന്നത് ഇങ്ങനെയാണ്. ഹുവ അലയ്യ ഹയ്യിനുൻ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായതാണ്, ഒരു പ്രയാസവും ഇല്ലാത്തൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയാണ്? വലിനജ്അലഹു ആയത്തൻ ലിന്നാസ്, അങ്ങനെ അദ്ദേഹത്തെ നാം ജനങ്ങൾക്കുള്ള ഒരു ദൃഷ്ടാന്തമായി നിശ്ചയിക്കാൻ പോകുന്നു. അദ്ദേഹം ജനിച്ച നാളിൽ, മുതിർന്ന് പ്രവാചകത്വ ദൗത്യം നിർവഹിക്കാൻ തുടങ്ങിയ നാളിൽ, ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ നാളിൽ, ഭൂമിയിൽ തിരികെ എത്താൻ പോകുന്ന നാളിൽ, ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ജനങ്ങൾക്കൊരു വലിയ സൂചനയായിട്ട്, വലിയ ദൈവിക ദൃഷ്ടാന്തമായിട്ടാണ് നിലകൊള്ളുക എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. വലിനജ്അലഹു ആയത്തൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള വലിയൊരു അടയാളം, വലിയ സൂചന നൽകുന്ന ഒരു പ്രതിഭാസമായിരിക്കും അദ്ദേഹം. വറഹ്മത്തൻ മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യത്തിന്റെ ഒരു എഴുതിച്ചേർക്കൽ കൂടിയാണ് അദ്ദേഹം. ദൈവികമായ കാരുണ്യത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് ഈസ അലൈഹിസ്സലാം. അദ്ദേഹം മനുഷ്യരാശിയെ കരുണ പഠിപ്പിച്ച, ആർദ്രത പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകനായിരുന്നു എന്നതാണ് ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഒരു കാര്യം. പലപ്പോഴും എല്ലാ പ്രവാചകന്മാരും ദൈവിക കാരുണ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണെങ്കിലും ചിലര് നിർവഹിച്ച ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അവർ കാണിക്കേണ്ടി വന്ന കാർക്കശ്യവും അതുപോലെ തന്നെ കഠിനമായ നിലപാടുകളും ഒക്കെ പലപ്പോഴും അവരെ വ്യത്യസ്തമായ വിധത്തിൽ അടയാളപ്പെടുത്താനൊക്കെ കാരണമായിട്ടുണ്ടാകും. പക്ഷേ ഈസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അവരെന്നും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് മനുഷ്യ രാശിയുടെ സ്മൃതി പദത്തില് അവശേഷിക്കുന്നത്. അപ്പൊ അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് ജനങ്ങൾക്കുള്ള ഒരു കാരുണ്യമായിട്ടാണ് അദ്ദേഹം വരിക. അങ്ങനെ അദ്ദേഹം വരിക എന്നത് ജനങ്ങൾക്കുള്ള വലിയൊരു ദൃഷ്ടാന്തമാണ്, ദൈവികമായ നടപടികളുടെ അടയാളപ്പെടുത്തലായുള്ള ഒരു ദൃഷ്ടാന്തമാണ്.
ജനങ്ങൾക്കുള്ള ഒരു കാരുണ്യത്തിന്റെ ഒരു രേഖപ്പെടുത്തലാണ്. അതുപോലെ വക്കാന അമ്രം മഖ്ദിയ്യ, നടപ്പിലാക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ദൈവികമായ നിശ്ചയം, കൽപ്പന, അമ്ര എന്ന നിലക്ക് അത് മഖ്ലിയാകാൻ പോകുന്നതാണ്. മഖ്ലി എന്ന് പറഞ്ഞാൽ ഖലാ ആക്കപ്പെടുന്നത്. ഖാലി എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിക്കുന്നവൻ എന്നാണല്ലോ. ഖലാ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക, നിർവഹിക്കുക എന്നൊക്കെയാണ്. മഖ്ലി എന്ന് പറഞ്ഞാൽ വിധി നടപ്പിലാക്കപ്പെടാനുള്ളത്. അമ്രം മഖ്ലിയ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കപ്പെടാനുള്ള ഒരു ദൈവിക നിശ്ചയം, ഒരു ദൈവിക കൽപ്പന. മറിയം റളിയല്ലാഹു അൻഹ വേണ്ടാന്ന് വെച്ചാലും നാട്ടുകാരും അംഗീകരിക്കാതെ ഇരുന്നാലും ഒന്നും ഇത് സംഭവിക്കാതിരിക്കില്ല. ഇത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോ മറിയം റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ അള്ളാഹുവിന്റെ വിധിക്ക് വിധേയയായി കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന തന്നിൽ നടപ്പിലാക്കപ്പെടുന്നതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക എന്നത് മാത്രമാണ് അവിടെയുള്ളത്. ഇവിടെ അള്ളാഹുവിന്റെ വിധി ആണത്, അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറിയം റളിയല്ലാഹു അൻഹ വിവാഹിതയാകുമെന്നോ എന്നിട്ട് അവർക്ക് ഒരു പുത്രൻ ഉണ്ടാകും എന്നോ ഒന്നുമല്ല. അള്ളാഹു തന്റെ അഭൗമമായ രീതിയിൽ, അസാധാരണത്വമുള്ള രീതിയിൽ മറിയമിൽ ഒരു സന്താനത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. ഇതാണ് ഇവിടെ അള്ളാഹുവിന്റെ അമ്ര. അതാണ് മഖ്ലിയാകാൻ പോകുന്ന, നടപ്പിലാക്കപ്പെടാൻ പോകുന്ന കാര്യം. മറിയം വിവാഹിതയാകാതെ തന്നെ ദൈവിക കൽപ്പനയുടെ ഫലമായിട്ട്, അള്ളാഹു കുൻ എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് മറിയമിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു വരും. അത് ഒരു ആൺകുഞ്ഞായിട്ട് പിറവിയെടുക്കും. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ നടപടിയാണ്. അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ അറിയിക്കപ്പെടുന്നത്. വകാന അമ്രൻ മഖ്ലിയ, ഇത് നടപ്പിലാക്കപ്പെടാനുള്ള ഒരു ദൈവിക നിശ്ചയമാണ്, ഒരു ദൈവിക കൽപ്പനയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്ത് മറിയമിലെ വിവരണം ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. ഏതാനും ദീർഘമായ ആയത്തുകൾ അടങ്ങിയ ചില ഭാഗങ്ങൾ ഈ തുടർ കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ട്. ആ ആയത്തുകൾ പഠിക്കുന്നതിന്റെ മുറക്കായിട്ട് നമുക്ക് ഈ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമ്മുടെ പ്രയത്നങ്ങളെ വിജയിപ്പിച്ചു പെരുമാറാവട്ടെ. ഈ വിശുദ്ധ മാസത്തിന്റെ അനുഗ്രഹങ്ങളും അതിന്റെ എല്ലാ പുണ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റയ്യാൻ കവാടം വ്രതം അനുഷ്ഠിക്കുന്നവർക്കായിട്ടുള്ളതാണ്. അള്ളാഹു റയ്യാനിലൂടെ കടന്ന് സ്വർഗത്തിൽ എത്തുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.